നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പെർഫെക്റ്റ് പഴംപൊരിയാണ്, മലയാളികളുടെ സ്വന്തം സ്നാക്ക്. നമ്മളിതിനെ ഏത്തയ്ക്കാപ്പം എന്നും വിളിക്കും ചില സ്ഥലങ്ങളിൽ. 4 മണിക്കൊരു ചൂട് ചായയും ഒരു ഏത്തയ്ക്കാപ്പവും ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ചായക്കടകളിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിലും നിസ്സാരമായിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. 1-2 എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പഴംപൊരി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും പരിഗണിക്കണം. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ അറിയിക്കാനും മറക്കരുത്. 1 കപ്പ് മൈദ മാവാണ് നമ്മൾ എടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടിയും എടുക്കാം, പക്ഷേ ടേസ്റ്റ് എപ്പോഴും മൈദ കൊണ്ട് ഏത്തയ്ക്കാപ്പം പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/8 സ്പൂൺ, അതായത് ഒരു 3 പിഞ്ച് അളവിൽ ഉപ്പ് മതിയാകും. ഇനി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത്തയ്ക്കാപ്പത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ. ഏത്തയ്ക്കാപ്പം കഴിക്കുമ്പം ഒരു ടേസ്റ്റ് മാവിന് വരാൻ വേണ്ടി നമ്മൾ അതിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴം നല്ല പഴുത്താണെങ്കിൽ കുറച്ച് മധുരം നിങ്ങൾക്ക് കുറയ്ക്കാം. ഞാനിവിടെ ഇന്ന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഏത്തയ്ക്കാപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ റവയാണ് നമ്മൾ ചേർക്കുന്നത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ടു. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കാം. വലിയ തരികളല്ലാത്ത റവ ചേർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിന്ന് ചേർത്തപ്പോൾ കുറച്ച് വലുതായിപ്പോയി. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് ഒരു നല്ല ബാറ്ററാക്കി എടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാനിന്ന് ഈ അളവിന് യൂസ് ചെയ്യുന്നത്. അത് കറക്റ്റ് ആയിരിക്കും. ഈ അളവിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മാവ് ഒരുപാട് അങ്ങ് ലൂസാകാനും പാടില്ല, ഒരുപാട് കട്ടിയാകാനും പാടില്ല. 1 കപ്പ് വെള്ളം നമ്മളിപ്പോൾ ചേർത്തിരുന്നു, അത് കറക്റ്റാണ് ഈ അളവിന്. അപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ കട്ടയില്ലാതെ നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മാവ് ഒരു 2-2.5 മണിക്കൂർ മാറ്റി വെക്കുവാണെങ്കിൽ സോഡാപ്പൊടി ചേർക്കേണ്ട കാര്യമേ വരുന്നില്ല. നല്ല പോലെ പൊങ്ങി വരും. അതല്ല, ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് നമുക്ക് ഏത്തയ്ക്കാപ്പം പ്രിപ്പയർ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഒരു 1/4 ടീസ്പൂണിനും താഴെ ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പഴം ഒന്ന് റെഡിയാക്കി എടുക്കാം. നല്ല പഴുത്ത പഴമാണ് എപ്പോഴും ഏത്തയ്ക്കാപ്പം പ്രിപ്പയർ ചെയ്യാൻ നല്ലത്. തൊലി നല്ലതുപോലെ കറുത്ത് വന്നിട്ടുണ്ട്. അപ്പം നല്ലപോലെ പഴുത്ത പഴമാണ്. നീളത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു പഴം ഒരു 3ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം. പണ്ട് വീട്ടിലൊക്കെ ഏത്തയ്ക്കാപ്പം ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പം അതിൻ്റെ വലിപ്പം ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമായിരുന്നു കുട്ടിക്കാലത്ത്. അങ്ങനെയൊക്കെ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഒന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഇതിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലത്, കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഒന്ന് നല്ലതുപോലെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏത്തയ്ക്കാപ്പം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ചൂട് പാടില്ല എണ്ണയ്ക്ക്, എന്നാൽ മീഡിയം ചൂട് വേണം താനും. ഒരുപാട് ചൂടിലിടുവാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ മാവങ്ങ് കുക്കായി വരും, പക്ഷേ ഏത്തയ്ക്ക അകത്തത് ചിലപ്പം വെന്ത് വരില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമ്മുടെ ഏത്തയ്ക്കാപ്പം റെഡിയാക്കി എടുക്കാം. നല്ല പോലെ ഫ്ലഫി ആയിട്ട് നമ്മുടെ ക്രിസ്പി ആയിട്ടും നമ്മുടെ ഏത്തയ്ക്കാപ്പം വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം അത് എണ്ണയിൽ നിന്ന് മാറ്റുവാണ്. ബാക്കി ബാച്ചും കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഏത്തയ്ക്കാപ്പം ഒരുപാട് സമയം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് മാവ് ബാലൻസ് വരും. ആ മാവിലേക്ക് കുറച്ചും കൂടെ പഞ്ചസാര ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ എണ്ണയിലേക്ക് കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നെയ്യപ്പത്തിൻ്റെ ആകൃതിയിൽ അതിങ്ങനെ കുക്കായി വരും. ഭയങ്കര ടേസ്റ്റാണ് അത് കഴിക്കാൻ. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഏത്തയ്ക്കാപ്പം പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 ഗുണം, നെയ്യപ്പവും കൂടി കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്പിയും ഫ്ലഫിയും ടേസ്റ്റിയുമായിട്ടുള്ള ഏത്തയ്ക്കാപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.